ഇന്ന് നമുക്ക് എഗ് ബോണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി 5 മുട്ട, മീഡിയം സൈസ് ഓനിയൻ 3, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, മല്ലിയില ഇത്രയും എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് കടലമാവ് എടുത്ത് നമുക്ക് എഗ് ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് 1 സ്പൂണ് റൈസ് പൗഡർ ആഡ് ചെയ്യാം. 1/2 സ്പൂണ് മുളക് പൊടി, ഇച്ചിരി ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായ ഉടനെ വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് വാടി കിട്ടിയ ഉടനെ ഓനിയൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, 1/2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്യാം. ഒരു 1/4 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ്, ടേസ്റ്റിന് വേണ്ടിയാണ്. ഇനി നമുക്ക് എഗ്ഗ് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മഞ്ഞക്കരു മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് നല്ലവണ്ണം യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എഗ്ഗിൻ്റെ വൈറ്റ് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. എണ്ണ ചൂടായതിന് ശേഷം ഈ കൂട്ട് നമുക്കൊന്ന് മാവിൽ മുക്കി നമുക്കൊന്ന് എണ്ണയിലിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും വെന്തതിന് ശേഷം നമുക്കൊന്ന് അത് കോരി മാറ്റാം. ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഒരു എഗ് ബോണ്ടയാണ് ഇത്. ചില സ്ഥലങ്ങളിൽ എഗ് ബജി എന്നും പറയും. എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് കോരി മാറ്റാം. നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അങ്ങനെ എഗ് ബോണ്ട റെഡി ആയിട്ടുണ്ട്.